നമസ്കാരം, ഞാൻ സുനിത ദേവദാസ്. ശരിക്കും സിനിമ കാണാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ തിങ്സ്. യെസ്. അപ്പൊ അവർ പോയിട്ട് ആകെ പേടിച്ചാരണ്ട് എന്താണ് ഭീകരജീവിയും പിശാചും ഒക്കെ ആയിട്ടാണ് സിനിമയെങ്കിൽ ദേ വിൽ ബി ഡിസപ്പോയിന്റഡ്. റൊമാൻസ് മൂവിയുടെ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതാണ് റൊമാൻസ് എന്ന ജോണറിന്റെ അണ്ടർലൈൻ ഫിലോസഫി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ക്രൈം മൂവികളുടെ അണ്ടർലൈൻ ഫിലോസഫി ഈ ജസ്റ്റിസ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. എന്നാൽ മലയാളിക്ക് അദ്ദേഹം വെറും ഒരു കെമിസ്ട്രി അധ്യാപകനായിട്ടല്ല മലയാളിക്ക് പരിചയം. സിനിമയുടെ രസതന്ത്രവും സൂത്രവാക്യങ്ങളും ഒക്കെ വിവരിച്ചു തരുന്ന ഒരു അധ്യാപകനായിട്ടാണ്. അദ്ദേഹം അമേരിക്കയിലെ നോർത്ത് കരോലിന സർവകലാശാലയിൽ അധ്യാപകനാണ്. ഈ സിനിമ എന്ന മാന്ത്രിക വിദ്യയുടെ രഹസ്യ വിദ്യകളൊക്കെ ചുരുളഴിച്ചു തരുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളുണ്ട്, ബ്ലോഗ് പോസ്റ്റുകളുണ്ട്, വീഡിയോകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകത്തോടെയാണ് ഞാനത് കാണുന്നത്. കാരണം ഞാൻ കണ്ട സിനിമ ഇങ്ങനെ ആയിരുന്നല്ലേ, അല്ലെങ്കിൽ ഈ രീതിയിലാണ് അതിനെ ആസ്വദിക്കേണ്ടത് തുടങ്ങിയ പുതിയ ഇൻസൈറ്റുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ റോബി കുര്യൻ എന്ന ഒരു സിനിഫൈൽ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഒരു സിനിമ ആസ്വദിക്കേണ്ടത്, അല്ലെങ്കിൽ സിനിമയുടെ ജോണർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിംസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു സിനിഫൈൽ എന്ന രീതിയിൽ റോബി കുര്യന്റെ യാത്ര. സ്വാഗതം സർ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഞാൻ കുറേ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കണ്ണോടിച്ച് പോകുമ്പോൾ ലോക സിനിമകളെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതുകയും പഠിക്കുകയും ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴും മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി എന്ന നടനെ വളരെ ക്ലോസ് ആയിട്ട് അങ്ങ് വാച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു നടൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണത്? നമ്മുടെയൊക്കെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ കാണുന്ന സിനിമകൾ, പിന്നെ നമ്മുടെ തന്നെ ലീഡിങ് ഫിഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പം അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഫിലോസഫി, അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഫിലോസഫി. ഇപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 80s സെക്കൻഡ് ഹാഫ് മുതലാണ് സിനിമകൾ കണ്ടു തുടങ്ങുന്നത് പ്രായം കൊണ്ട്. അപ്പൊ അന്നൊക്കെ സിനിമ കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ഒരു കൊല്ലത്തിൽ ഒരു സിനിമ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചു തരും, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നവോദയ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിപ്പോയപ്പോഴാണ് കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് സിനിമകൾ കാണാൻ തുടങ്ങിയത്. കാരണം അവിടെ ഈ VCR ഒക്കെ വിട്ടിട്ട് പഴയ സിനിമകളും കോമഡി സിനിമകളും ഒക്കെ കാണിച്ചു തരും. അങ്ങനെയൊക്കെയാണ് സിനിമ കണ്ടു തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ പോയി കാണാൻ തുടങ്ങി. അപ്പൊ അന്ന് നമ്മുടെ മുമ്പിലുള്ള 2 വലിയ താരങ്ങളും മമ്മൂട്ടി മോഹൻലാലുമാണ്. പിന്നെ അന്ന് സുരേഷ് ഗോപി കുറച്ചൊക്കെ പൊങ്ങി വരുന്ന ഒരു സമയമാണ്. വല്ലപ്പോഴൊക്കെ ജയറാമിന്റെ ഒക്കെ സിനിമകൾ. പക്ഷെ എപ്പോഴും നമ്മൾ റെയർ ആയിട്ട് സിനിമ കാണാൻ പോകുമ്പം നമ്മൾ സ്റ്റാറിനെ കാണാനാണ് പ്രിഫർ ചെയ്യുന്നത്. സ്റ്റാർഡോ സിനിമ എപ്പോഴും സ്റ്റാർഡോ ആയിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടാണ്. സിനിമ 1900 ആ ഒരു പീരീഡിൽ തുടങ്ങി 1913 ആയപ്പോഴേക്കും ആദ്യത്തെ സ്റ്റാർ ഉണ്ട്. അപ്പം സ്റ്റാർഡം എന്ന് പറയുന്നത് സിനിമ, അതായത് ഈ സിനിമ ഒരു ബിസിനസിന് വേണ്ടി ഉപയോഗിക്കാം. കുറെ ആളുകളെ ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഇരുത്തി ഇത് കാണിച്ചു കൊടുത്ത് കാശ് വാങ്ങാം എന്നുള്ളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത് ബർത്ത് ഓഫ് എ നേഷൻ എന്ന സിനിമയെ കൂടാണ്. ഈ സ്റ്റാർഡം ഇല്ലാതെ സിനിമയില്ല. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. ഹിസ്റ്റോറിക്കലി അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ സ്റ്റാർഡത്തിലാണ് വളരുന്നത്. ഇപ്പൊ ഈ സ്റ്റാറുകൾ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇതിലൊക്കെ എപ്പോഴും ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് പ്ലേ ചെയ്യും. ഇപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗൈഡിങ് ഫിഗേഴ്സ്, നമ്മളെ കാണിച്ചു തരുന്ന വഴികള്, അവര് നമുക്ക് തരുന്ന ഇൻപുട്സ്, അപ്പൊ അതിന്റെയൊക്കെ ഒരു ലെൻസിൽ കൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി കാണുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ സിനിമ അധികം കാണാറില്ലാത്ത വ്യക്തിയായിരുന്നു. ആകെ 2 തവണ എൻ്റെ ഓർമ്മയിൽ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. അതിലൊന്ന് മമ്മൂട്ടിയുടെ സിനിമ കാണിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് മൂവി ഐ സോ. ഏതായിരുന്നു ആ സിനിമ? ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നുള്ള ഒരു സിനിമയായിരുന്നു അത്. നിരാഹാര സമരം 8-ാം മണിക്കൂർ. 8 മണിക്കൂർ ആഹാരം കഴിക്കാതായപ്പോ നീ അങ്ങ് വാടിപ്പോയല്ലോടാ. ഈ കണക്കിന് ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ എന്റെ അഡ്രസ് കാണുമല്ലോ. വേറെയും ഒത്തിരി നടന്മാരെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കരമനയെ ഭയങ്കര ഇഷ്ടമാണ്. വെമ്പായം തമ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. പിന്നെ ഒടുവില് അങ്ങനെ തീർച്ചയായിട്ടും മോഹൻലാല് ഒരു സ്റ്റാറും കൂടാണ്. ഹിസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ടർ, ഹിസ് എ സ്റ്റാർ ടു. ഇപ്പം തീർച്ചയായിട്ടും. പക്ഷെ പേഴ്സണലി ഞാൻ കുറച്ചുകൂടി ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ടൈപ്പ് കൊണ്ട്.
മമ്മൂട്ടിയുടെ ആ ഒരു ഫാൻ ബേസിലേക്കുള്ളിലേക്കാണ് ഞാൻ പേഴ്സണലി നാവിഗേറ്റ് ചെയ്യുന്നത്. ഉം. മമ്മൂട്ടിയെ കുറിച്ച് ജസ്റ്റ് എഴുതിയ എ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺ മീ. കുറിപ്പ്, അതായത് ആ അവർ ഒരു രണ്ടും കുറിപ്പ് തമ്മിലുള്ള കമ്പാരിസൺ അല്ല, ഉം. ജസ്റ്റ് എ പേഴ്സണാലിറ്റി ടൈപ്പ്. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാര്യം, ആ മമ്മൂട്ടിയെ കുറിച്ച് എഴുതിയ കുറിപ്പ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. റോബി കുര്യന്റെ മമ്മൂട്ടി റോഡ് ടു ക്യാരക്ടർ എന്ന കുറിപ്പിലെ ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. ഇനി പറയാൻ പോകുന്നത് മുഴുവൻ ഊഹാപോഹങ്ങളാണ്. തുടക്കകാലത്ത് മമ്മൂട്ടിയും ആഡം 1 ആയിരുന്നു. വിജയങ്ങൾ ആഗ്രഹിക്കുന്ന, താരമാകാൻ ആഗ്രഹിക്കുന്ന നടൻ. ഏതാണ്ട് 36-37 വയസ്സുള്ള കാലത്ത് മമ്മൂട്ടി ഒരു ക്രൈസിസിലൂടെ കടന്നുപോയി. ആവനാഴിയും ന്യൂഡൽഹിയും തമ്മിൽ ഒരു കൊല്ലത്തെ കുറഞ്ഞ ഗ്യാപ്പേ ഉള്ളുവെങ്കിലും അന്നത്തെ കാലത്ത് അതൊരു 18-20 സിനിമകളുടെ ഗ്യാപ്പാണ്. അതിൽ ഭൂരിപക്ഷവും സാമ്പത്തികമായി പരാജയപ്പെട്ടു. ഇതുപോലുള്ള സ്ട്രെസ്സേഴ്സ് നേരത്തെയുള്ള മിഡ് ലൈഫ് ക്രൈസിസിന് വഴിവെച്ചേക്കാം. ചിന്താശീലമുള്ള ഒരു നടൻ ഇതുപോലുള്ളൊരവസ്ഥയിൽ തീർച്ചയായും അഭിനയത്തിന്റെ പർപ്പസിനെ കുറിച്ച് ചിന്തിച്ചേക്കാം. മമ്മൂട്ടിയും ചിന്തിച്ചിരിക്കണം. ന്യൂഡൽഹി വന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് അനന്തരം വരുന്നത്. ഒരു വലിയ താരമായിരുന്നു മമ്മൂട്ടി സപ്പോർട്ടിംഗ് റോളിൽ അഭിനയിച്ച അടൂർ ചിത്രം. പിന്നീടുള്ള വർഷങ്ങളിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്കൊപ്പം മതിലുകൾ, വിധേയൻ, പൊന്തന്മാട, സൂര്യമാനസം, ഓർമ്മകളുണ്ടായിരിക്കണം എന്നീ ചിത്രങ്ങൾ വന്നു. ഇതൊക്കെ മമ്മൂട്ടിയിലെ ആഡം 2വിന്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി റോഡ് ടു ക്യാരക്ടർ എന്ന് പറയുന്നത് ആഡം 1, ആഡം 2 എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അത്ഭുതം പോലെയാണ് ഞാൻ അത് ശരിക്കും വായിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകർക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ കേൾക്കാത്തവർക്ക്. ഇത് നമ്മുടെ ഔട്ട്സൈഡർ വ്യൂ ആണ്. നമുക്ക് ഇപ്പൊ എനിക്ക് മമ്മൂട്ടിയെ നേരിട്ടൊന്നും പരിചയമില്ല, ഔട്ട്സൈഡർ വ്യൂ മാത്രമാണ്. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്നത് വെച്ചിട്ട് പറയുന്നത്. ഇപ്പം ഡേവിഡ് ബ്രൂക്സിന്റെ ഒരു ബുക്ക് ഉണ്ട്, റോഡ് ടു ക്യാരക്ടർ എന്നും പറഞ്ഞു. അപ്പൊ അതാണ് ആ പോസ്റ്റിന് ഞാൻ ടൈറ്റിൽ ഇട്ടതും ആ ബുക്ക് തന്നെയാണ്. കാരണം ആ ബുക്കിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ വരുന്നത്. അപ്പൊ അയാൾ ഈ എന്താണ് മനുഷ്യന്മാരുടെ ഈഗോ 2 രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഒരു ഫിലോസഫിക്കൽ ഒബ്സർവേഷൻ ആണ് അത്. ആഡം 1, ആഡം 2 എന്ന് പറയുന്ന അത് ആഡം 1 അഗൈൻ ഇതൊരു മസ്കുലിൻ ഫ്രെയിമിലാണെങ്കിലും ബട്ട് ദിസ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ഫെമിനിൻ ഫിഗേഴ്സ്. അതായത് സക്സസ് ആഗ്രഹിക്കുന്ന, വിജയം ആഗ്രഹിക്കുന്ന മനുഷ്യൻ. അപ്പം അതിന്റെ ഉള്ളിലേക്ക് there is the Adam 2 that is more fuller life. സക്സസും ഇപ്പൊ കൂടുതൽ കാശുണ്ടാക്കുക, കൂടുതൽ വിജയം, കൂടുതൽ അറിവ്, കൂടുതൽ പ്രശസ്തി, അംഗീകാരം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് we have seen stories about people experiencing this emptiness even though they are rich and famous. അങ്ങനെ ഒത്തിരി ആളുകൾ അവരുടെ കഥകൾ പ്രത്യേകിച്ച് സിനിമയിലേക്ക് ഇത് ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് മാർട്ടിൻ സ്കോർസേസി ഒക്കെ ഇത് ഒത്തിരി സിനിമകളിൽ കൂടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം we always think about what is a fuller life, how to live happily, how to be accomplished spiritually എന്നുള്ള ഒരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ചില സമയത്ത് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. how do we become successful in life? That is by loving other people, by helping other people, by being with our family. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ, അതായത് ഈ ഒരു ക്വാളിറ്റീസ് ഒന്നും അധികം ആരും അറിയപ്പെടുന്നതല്ല. they don't reward externally but they reward internally. അപ്പൊ ആ ഒരു ഇന്റേണൽ റിവാർഡ് ഫോക്കസ് ചെയ്തുള്ള ഈഗോ ആണ് ആഡം 2 എന്ന് പറയുന്നത്. ഇപ്പം മമ്മൂട്ടിയുടെ ഫ്രെയിമിൽ ഞാനിത് ആലോചിക്കാൻ കാരണം he's both a star and actor for past 35 years at least, right? ഇതുപോലുള്ള ഫിഗേഴ്സ് ശരിക്കും ഭയങ്കര റയറാണ്. അപ്പം ഹോളിവുഡിൽ തന്നെ സ്റ്റാർ ആൻഡ് ആക്ടർ ഒത്തിരി പാറ്റേണുകളുണ്ട്. മർലൻ ബ്രാൻഡോ വാസ് വൺ ഓഫ് ദം, ജാക്ക് നിക്കോൾസൺ വാസ് വൺ ഓഫ് ദം. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ തന്നെ റോബർട്ട് ഡിനീറോ, ഇപ്പൊ ഇങ്ങനെയുള്ള ഈ അൽ പച്ചീനോ, പിന്നെ ഈ ടോം ക്രൂസ്, ഇങ്ങനത്തെ ഒത്തിരി പേരുണ്ട്. ബട്ട് എന്നാലും ഈ ഒരു ടൈം ഫ്രെയിം, അതായത് ഈ ഒരു 35 വർഷത്തെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ പേഴ്സൺസ് കരിയർ ലെങ്ത്. ആ ഒരു കരിയർ ലെങ്തിനും ശേഷവും ഹി സ്റ്റിൽ ദ ടോപ്പ്, considered as one of the versatile actor and a star at the same time. So ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ആലോചനയിൽ നിന്ന് എന്റെ ഒരു തിയറി ഉണ്ടാക്കിയതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. ശരിക്കും അതിലൊരു പുതുമ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്, പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾക്ക്. കാരണം നമ്മള് മമ്മൂട്ടിയുടെ സിനിമകളൊക്കെയാണല്ലോ ആളുകൾ അനലൈസ് ചെയ്യുന്നതൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഇയാൾ ദേഷ്യം വിടും, അങ്ങനെ വളരെ പെരിഫറലായ കുറെ
ഇതുമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു അനാലിസിസ് ആയതുകൊണ്ടാണ് ഞാനത് ഈ ആഡം 2 ട്രിഗർ ആവുന്നത് ക്രൈസിസിന്റെ സമയത്താണ്. ഉം. ഇപ്പം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കൂടെ പോകുന്ന ആളുകൾ അവർ ജീവിതത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കും. അവര് ഫാമിലിയോട് കൂടുതൽ അല്ലെങ്കിൽ അടുപ്പമുള്ള ആളുകളോട് കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കും. കാരണം ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒരു ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പരാജയത്തിൽ കൂടെ പോയിട്ടുള്ള ആളുകൾ they think about what is success, right? അപ്പം അങ്ങനെ ഒരു പരാജയത്തിൽ കൂടെ പോയിട്ടുള്ള ഒരു ട്രജക്ടറി മമ്മൂട്ടിയുടെ കരിയറിലുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു 86-87 പകുതി വരെയുള്ള ഒരു പീരീഡിൽ. അപ്പം അത് ചിലപ്പം അത് മിക്കവാറും ഈ പ്രായം കൊണ്ട് ലേറ്റ് 30s ആയിരിക്കണം അത് വന്നിട്ടുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു, മമ്മൂട്ടിയുടെ പ്രായം വെച്ചിട്ട്. അതുപോലെ സിനിമകളുടെ ജോണറുകളെ കുറിച്ച് നിരന്തരം വളരെ ആഴത്തിലൊക്കെ പഠിക്കുകയും അത് കുറച്ചൊക്കെ മനുഷ്യരെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്ന ഒരാള് എന്ത് ജോണറാണെന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കില്ല പോകുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ജോണറുകളുടെ ഒരു ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, ഏത് രീതിയിലാണ് ഒരു മനുഷ്യന് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ. അപ്പൊ എന്താണ് ഈ ജോണർ എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ ജോണർ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിനിമയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം ക്ലാസിഫൈ ചെയ്യേണ്ടി വരുന്നത് ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇത് സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്കുമാണ്. ഇപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കുമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു റൊമാൻസ് മൂവി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാർഗറ്റ് ചെയ്യുന്നത് റൊമാൻസ്, ആ ഒരു ജോണർ, ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി എടുത്തു കഴിഞ്ഞാൽ അവര് ഈ റൊമാൻസ് ജോണർ കാണുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഹൊറർ ജോണർ കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. ദേ വിൽ ബി ഡിസപ്പോയിന്റഡ്. കാരണം റൊമാൻസ് കാണാൻ ആഗ്രഹിക്കുന്നവര് തിയേറ്ററിൽ പോകുന്നത് ദേ വാണ്ട് ടു സീ ദാറ്റ് പ്ലസന്റ് ഫീലിംഗ്, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അവർ പോയിട്ട് ആകെ പേടിച്ചാരണ്ട് എന്താണ് ഭീകരജീവിയും പിശാചും ഒക്കെ ആയിട്ടാണ് സിനിമയെങ്കിൽ ദേ വിൽ ബി ഡിസപ്പോയിന്റഡ്. ഇറ്റ്സ് അവർ എക്സ്പെക്ടേഷൻ. ഇപ്പം ഹൊറർ മൂവി കാണാൻ പോകുന്ന ആളുകൾ ഇത് കാണാൻ പേടിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അവരുടെ അടുത്തേക്ക് നമ്മൾ കുറച്ച് കോമഡിയും കുറച്ച് പാട്ടും ഒക്കെ കൊടുത്തിട്ട് ദേ വിൽ ബി ഡിസപ്പോയിന്റഡ്. ദേ വാണ്ട് ടു ഗെറ്റ് സ്കെയർഡ്. അപ്പൊ ഈ ജോണറിന്റെ ആവശ്യം തന്നെ ഇതാണ്, റൈറ്റ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം അത് അഗെയിൻ ഹോളിവുഡിലാണ് ഇതിന്റെ തുടക്കം. കാരണം അവർ മാസമായിട്ട് ഒത്തിരി പല ടൈപ്പ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം എല്ലാ സിനിമകളും എല്ലാവരും കാണില്ല. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രെയിലറുകളും അങ്ങനെയുള്ള പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ പണ്ടൊന്നും നമുക്ക് ട്രെയിലറുകൾ ഇല്ലായിരുന്നു സിനിമകൾ. ഇപ്പൊ 80s നോക്കുവാണെങ്കിൽ എല്ലാ സിനിമകളും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഇപ്പം ദൗത്യം വന്നു, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വന്നു, അബ്കാരി വന്നു, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതേസമയം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കോമഡി കാണാൻ ഇഷ്ടമുള്ള ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ദൗത്യമാണെങ്കിൽ ആക്ഷൻ കാണാൻ ഇഷ്ടമുള്ള ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അതേസമയം കോമഡി ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ ദൗത്യം പോയി കണ്ട അവർക്ക് they will get disappointed, right? അപ്പൊ ആ ഒരു ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ഇല്ലാതിരുന്നത് കൊണ്ട് ചില സിനിമകൾക്ക് ഇപ്പൊ ദൗത്യം ഇസ് ആൻ എക്സാമ്പിൾ. അത് അന്നത്തെ കാലത്ത് വലിയ ഹിറ്റ് ഒന്നും ആകാതിരുന്ന ഒരു പടമാണ്. കാരണം ടാർഗറ്റഡ് മാർക്കറ്റിംഗ് അന്ന് ഇല്ലായിരുന്നു, ട്രെയിലർ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് കാണാൻ പോകുന്ന ആളുകൾ ഏത് മൂവിയും കാണാൻ പോകുന്ന രീതിയിലാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. and they get disappointed, മൂവി ഫെയിൽ ആവും. അതൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റഡ് മാർക്കറ്റിംഗും ഇതുപോലെ ട്രെയിലർ. പിന്നെ സംടൈംസ് മാസങ്ങൾക്ക് മുമ്പേ ഇപ്പം വലിയ ഹോളിവുഡ് മൂവികളൊക്കെ ആണെങ്കിൽ വർഷം മുന്നേ ഒക്കെ ചിലപ്പോൾ ഇതിന്റെ ട്രെയിലർ ഒക്കെ അവർ റിലീസ് ചെയ്ത് തുടങ്ങും. ദാറ്റ് ഈസ് ടു attract everyone who might be interested in this genre. പക്ഷെ നമ്മള് താരാധിപത്യത്തെ കുറിച്ചല്ലേ, നമ്മൾ താരാധിപത്യത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ താരങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഒരു അപ്രമാദിത്വം പറഞ്ഞു. അപ്പൊ ഈ താരവും ജോണറും കൂടെ എങ്ങനെയാണ്, അത് തമ്മിൽ എങ്ങനെയാണ് ക്ലാഷ് ആവില്ലേ? ഇപ്പൊ താരത്തിന്റെ എല്ലാ സിനിമകളും പ്രേക്ഷകർ കാണാം, അവരുടെ ജോണർ നോക്കിയിട്ടാണോ ആളുകൾ കാണുന്നത്? അതിലൊരു ഇതെന്ന് വെച്ചാല് അഗെയിൻ ഇതിന്റെ ഉള്ളില് പിരിവുകൾ പിന്നെയും വരും. ഇപ്പം മമ്മൂട്ടി ഇപ്പൊ ഈ അടുത്തൊരു ഹൊറർ മൂവിയിൽ അഭിനയിച്ചു, ഭ്രമയുഗം. ഈ ഭ്രമയുഗം മമ്മൂട്ടി ആയതുകൊണ്ട് കുറെ പേര് പോയി കാണുമെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം they are not very keen on horror as a genre. അതേസമയം they might like അതേസമയം സ്റ്റണ്ടൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടർബോ ഒക്കെ കണ്ടാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കും. അതേസമയം കുറച്ചുകൂടി ഒരു
സീരിയസ് ക്രൈം, ആക്ഷൻ, ചില ഫാമിലി അറ്റ്മോസ്ഫിയർ എല്ലാം കൂടെയുള്ള സിനിമകൾ കാണാൻ അങ്ങനെയാണ് മജോറിറ്റി മലയാളികളെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് ഭീഷ്മപർവം ക്രോസ് ഓവർ ചെയ്യും. ഉം, ഉം, അപ്പം തീർച്ചയായിട്ടും ഈ ഇപ്പം ഒരു താരം ഒരു ജോണർ മൂവിയിൽ അഭിനയിച്ചു കഴിഞ്ഞാല് ഇറ്റ് ക്യാൻ ക്രോസ് ഓവർ ടു അതർ പീപ്പിൾ. അതായത് ഒരു ഹൊറർ മൂവി ഇപ്പൊ സപ്പോസ് ഭ്രമയുഗം വന്നത് ഇറ്റ് ഹാഡ് വേറൊരു ഹീറോ, മമ്മൂട്ടി അല്ല വേറൊരു ഹീറോ ആയിരുന്നു എന്ന് വെക്കുക. അപ്പൊ ആ മൂവി ക്രോസ് ഓവർ ചെയ്യുന്നേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പൊ മമ്മൂട്ടി ഉള്ളത് കൊണ്ട് ഹൊറർ കാണാൻ വേണ്ടി വരും. ആൻഡ് സം ഓഫ് ദം വിൽ ആക്ച്വലി ലൈക്ക് ഇറ്റ്. അപ്പൊ അവര് എന്താണ് ഒരു തിയേറ്ററിൽ പോയിരുന്ന് പേടിക്കുക എന്ന് പറയുന്ന കലാപരിപാടി ചിലർക്ക് ചിലപ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ആൻഡ് ദേ മൈറ്റ് വാച്ച് മോർ ഹൊറർ മൂവീസ്. അതെ, ശരിയാണ്. പിന്നെ ജോണറിന്റെ ഒരു ഫിലോസഫിയും കൂടെ പറയാറുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്? അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം ഫുള്ള് ഗൈഡ് ചെയ്യുന്നത് ഫിലോസഫി ആണെന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതും എവറിഥിങ് ഈസ് ദർ ഈസ് എ ഫിലോസഫി അണ്ടർനീത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ജോണറുകൾക്ക് ഒരു ഫിലോസഫി ഉണ്ട്. നമ്മൾ സിനിമകൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒത്തിരി പുതുമയുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്, മറിച്ച് നമുക്ക് അറിയാവുന്ന കഥകൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഐ മീൻ ആകെ ലോകത്ത് ഇത്ര ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോറീസേ ഉള്ളൂ. അത് ഷേക്സ്പിയറിന്റെ ഒക്കെ വെച്ചിട്ട് ആളുകൾ പറയാറുണ്ട് എത്ര 10, 30, 32 അങ്ങനെ എത്ര കോമ്പിനേഷൻസ് ഉള്ളെന്ന് പറയും. എവറിത്തിങ് എൽസ് ഇസ് എ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദി എലമെന്റ്സ്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സംഗതി കാണാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അതായത് പുതുമ എന്നൊരു സാധനം ഇല്ല. ഇറ്റ്സ് എ മിറാഷ്. അതായത് പുതിയത് എന്നൊരു സംഗതി ഇല്ല, എല്ലാം മുമ്പ് ചെയ്തതാണ്. അതിന്റെ പുതിയൊരു കോമ്പിനേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അഗൈൻ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു തീം എന്ന് നമ്മൾ പറയും. അത് തീം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ റൊമാൻസ് മൂവിയുടെ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതാണ് റൊമാൻസ് എന്ന മൂവിയുടെ, ഐ മീൻ റൊമാൻസ് എന്ന ജോണറിന്റെ അണ്ടർലൈൻ ഫിലോസഫി. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ക്രൈം മൂവികളുടെ അണ്ടർലൈൻ ഫിലോസഫി ഈ ജസ്റ്റിസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്, നീതി എന്ന കൺസെപ്റ്റ്. അത് ഹൊററിന്റെ അണ്ടർലൈൻ തീം എന്താണ്, നമ്മുടെ പേടികളെ നമ്മൾ നേരിടുന്നതിൽ കൂടി ഹൗ ടു ബെറ്റർ അവർ ലൈഫ്, become a stronger person by confronting our fears. അതാണ് ഹൊററിന്റെ ഇന്റേണൽ ഫിലോസഫി. ആക്ഷന്റെ ഇന്റേണൽ ഫിലോസഫി, taking the action is the first way to success. അതായത് ജീവിതത്തിൽ വിജയിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് യു സ്റ്റാർട്ട് വർക്കിംഗ്. നമ്മളൊരു കാല് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ടേക്കിംഗ് ആക്ഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് ഇൻ ലൈഫ്. അതാണ് ആക്ഷന്റെ ലൈഫ് സ്റ്റോറി. അങ്ങനെ ഓരോ ജോണറിനും ഓരോ ലൈഫ് സ്റ്റോറികളുണ്ട്, ഓരോ ലൈഫ് തീമുകളുണ്ട്. അപ്പൊ ഈ തീമുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ചില തീമുകൾ യൂണിവേഴ്സലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അവതാറൊക്കെ ഭയങ്കര വേൾഡ് വൈഡ് ഹിറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ടൈറ്റാനിക് വേൾഡ് വൈഡ് ഹിറ്റ് ആകുന്നത്. അപ്പൊ അത് ചില തീമുകൾ യൂണിവേഴ്സലാണ്, ചില തീമുകൾ റീജിയണലാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ എന്ന് പറയുന്ന തീം അതൊരു അമേരിക്കൻ ജോണറാണ്. അമേരിക്കയുടെ വെസ്റ്റ് വേർഡ് എക്സ്പാൻഷനെ ആ ഒരു പീരീഡ് ആണ് ജോണർസ്, ഈ വെസ്റ്റേൺ ജോണർ സിനിമകളിൽ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പം അതൊരു സൊസൈറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. അതായത് നമ്മൾ വേറൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുകയും ഒരു ജീവിതം ബിൽഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ വി ആർ ബിൽഡിങ് എ സിവിലൈസേഷൻ. അതാണ് വെസ്റ്റേൺ എന്നുള്ള വെസ്റ്റേൺ എന്ന ജോണറിന്റെ അണ്ടർലൈൻ ഐഡിയ. അതിനുശേഷമാണ് ഈ ഗാങ്സ്റ്റർ എന്ന ജോണർ വരുന്നത്. അതും ഒരു അമേരിക്കൻ ജോണറാണ്, വിച്ച് ഈസ് സൊസൈറ്റി വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ് ഹാസ് ടു ഡീകേ. സൊസൈറ്റി ഒരു ഓർഗാനിസമാണ്. അപ്പൊ ഒരു വലിയൊരു മരമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ജീവിയാണെങ്കിലും വളർന്ന് അതിന്റെ ആയുസ് വളർത്തി എത്തിക്കഴിയുമ്പോൾ ഇറ്റ് ഹാസ് ടു ഡൈ ആൻഡ് ഡീകേ. ആ ഡെത്ത് ആൻഡ് ഡീകേ ആണ് ഗാങ്സ്റ്റർ എന്ന ജോണറിൽ കൂടെ കാണിക്കുന്നത്. ഈ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഗാങ്സ്റ്റർ ജോണർ ഉണ്ടായി വരുന്നത് 1926 ഗ്രേറ്റ് ഗാറ്റ്സ്ബി, അതിനുശേഷം 1930 ആ ഒരു പീരീഡിലാണ്.
ഇത് അമേരിക്കൻ ചരിത്രത്തിലെ വലിയൊരു ക്രൈസിസിന്റെ പീരീഡാണ്. അന്നത്തെ വലിയ ഡിപ്രഷനും ഡെത്ത് ബോൾ ഈവന്റുകളും അതിനുശേഷം വേൾഡ് വാറും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു മോഡേൺ ചരിത്രത്തിലെ ഒരു വലിയ ട്രാൻസിഷൻ പോയിന്റ് ആണ്, ഭയങ്കര ഒരു ഡീപ്പർ പോയിന്റ് ആണ്. ആ സമയത്താണ് ഈ ഒരു സൊസൈറ്റിയുടെ ഡീക്കയെ കുറിച്ചുള്ള സിനിമകളൊക്കെ വരുന്നതും അങ്ങനെയാണ് ഈ ഗാങ്സ്റ്റർ ജോണർ ഉണ്ടാകുന്നത്. മിസ്റ്ററി എന്ന ജോണർ, ഇപ്പൊ ഡിറ്റക്റ്റീവ് സിനിമകൾ നമ്മൾ കാണുന്നത്, ഡിറ്റക്റ്റീവ് സിനിമകൾ ദ ഹീറോ എപ്പോഴും ട്രൂത്ത് പെർസ്യൂ ചെയ്യുന്ന ആളാണ്. സോ ടു മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് വി നീഡ് ടു നോ ട്രൂത്ത്. അതാണ് മിസ്റ്ററി ജോണറുള്ള സിനിമകളുടെ അണ്ടർലൈൻ ഫിലോസഫി. അപ്പം ഇനി ഈ ചില ജോണറുകൾ യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞപ്പോൾ മിസ്റ്ററി അല്ലെങ്കിൽ റൊമാൻസ് ഇതൊക്കെ യൂണിവേഴ്സലാണ്. അതേസമയം വെസ്റ്റേൺ സയൻസ് ഫിക്ഷൻ ഇതൊക്കെ കുറെ കൂടി റീജിയണലാണ്. നമ്മുടെ നാട്ടിലൊന്നും സയൻസ് ഫിക്ഷൻ സിനിമകളില്ല, വളരെ കുറവാണ്. വെസ്റ്റേൺ സിനിമകളില്ല, കാരണം ഫിലോസഫിക്കലി നമ്മൾ അതുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നില്ല. അപ്പം സയൻസ് ഫിക്ഷന്റെ അണ്ടർലൈൻ ഫിലോസഫി മേക്ക് യുവർ ഡിസിഷൻസ് റൈറ്റ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അതായത് മെൻ പ്ലേയിങ് ഗോഡ്, അതാണ് എല്ലാ സയൻസ് ഫിക്ഷൻ സിനിമകളുടെയും ഐഡിയയിലുള്ള ഐഡിയ. അത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ആ ഒരു കഥയിൽ നിന്നാണ് ഈ സയൻസ് ഫിക്ഷൻ എന്ന ജോണർ ഉണ്ടാകുന്നത്. അപ്പം ഈ മാൻ പ്ലേയിങ് ഗോഡ്, അപ്പം വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് humans playing God. So in order to make a better future, you start with making the right decisions. അതിനെ കുറിച്ചാണ് എല്ലാ സയൻസ് ഫിക്ഷൻ സിനിമകളും. നമ്മുടെ നാട്ടിലെ സയൻസിന്റെ ഒരു ഗ്രോത്ത് ഗ്രാജുവൽ ആണ്. ഇപ്പം കുറച്ചുകൂടി നമ്മൾ പിന്നിലാണെന്ന് വേണേൽ പറയാം, ഫോർ മെനി റീസൺസ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഈ മെൻ പ്ലേയിങ് ഗോഡ് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു ക്ലിക്ക് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സയൻസ് ഫിക്ഷൻ നമ്മുടെ ഒരു കൾച്ചറിൽ ഇപ്പം മലയാളത്തിലാകെ നോക്കിയ വിരലെണ്ണാവുന്ന സയൻസ് ഫിക്ഷൻ സിനിമകളുള്ളൂ. കാരണം വി ആർ നോട്ട് ആസ് എ സൊസൈറ്റി വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ് ഫിലോസഫിക്കൽ ഐഡിയ യെറ്റ്. ഇറ്റ് കുഡ് ചേഞ്ച്. ഇപ്പൊ പുതിയൊരു സയൻസ് ഫിക്ഷൻ സിനിമ വന്ന് എല്ലാവരും ഇപ്പം മമ്മൂട്ടി അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വന്ന് ടൈം ട്രാവലും ഒക്കെ ഉള്ള അങ്ങനെ വലിയ ഒരു സ്പെക്ടക്കിൾ മൂവി വന്ന് ഭയങ്കര ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ മെയിൻ സ്ട്രീം തിങ്. അതെ, ശരിയാണ്. നമ്മളുടെ സിനിമകള് പുറത്തുള്ളവർക്ക് മനസ്സിലാവാത്ത സിനിമകൾ ഏതൊക്കെയാ? റീജിയണൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ മലയാള സിനിമയിൽ പുറത്തുള്ളവർക്ക് ഒട്ടും കണക്ട് ആവാത്ത തരം സബ്ജക്ട് ഏതൊക്കെയാ? സിനിമകൾക്ക് എപ്പോഴും ഒരു കൾച്ചറൽ തലമുണ്ട്. ഹോളിവുഡ് ഒക്കെ ചെയ്യുന്നത് ആ കൾച്ചറൽ തലം പരമാവധി ഒഴിവാക്കാൻ നോക്കുവാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ബ്ലോക്ക് ബസ്റ്റർ ഹോളിവുഡ് മൂവികളുണ്ടല്ലോ, അതായത് മാർവൽ മൂവീസ്, ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ബാറ്റ്മാൻ, അങ്ങനത്തെ അവർ ചെയ്യുന്നത് അവർ കൾച്ചറൽ എലമെന്റ്സ് പരമാവധി ഒഴിവാക്കാൻ നോക്കിയിട്ട് ഹൗ ടു മേക്ക് ഇറ്റ് യൂണിവേഴ്സൽ എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം there are ഹോളിവുഡ് മൂവീസ് that are rooted in culture. അങ്ങനത്തെ സിനിമകൾ ചെറിയൊരു ഓഡിയൻസേ അതിന് കിട്ടുള്ളൂ. അത് പ്രത്യേകിച്ചും അപൂർവം ചിലതൊക്കെ ഓസ്കാറൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പോപ്പുലർ ആകും. എന്നാലും ഒരു വൈഡർ ഓഡിയൻസ് അത്തരം സിനിമകൾക്ക് കിട്ടില്ല. അപ്പം അത് കൾച്ചറലി റൂട്ടഡ്. ഇപ്പം നൊമാഡ് ലാൻഡ് എന്ന സിനിമ അതിന് ഓസ്കാർ കിട്ടിയായിരുന്നു. അത് വൈഡ് ഓഡിയൻസ് കിട്ടിയ ഒരു സിനിമയല്ല. പ്രത്യേകിച്ച് അതിന്റെ മുടക്ക് മുതൽ വെച്ചിട്ട് തീർച്ചയായിട്ടും അത് ഗ്രോസ് ചെയ്തു, അത് ഹിറ്റായി എന്നൊക്കെ പറയാം. പക്ഷെ അതെന്നാലും അതിന്റെ മാക്സിമം ഓഡിയൻസ് അതായത് ഇപ്പം ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ബാറ്റ്മാൻ ഒറ്റ ദിവസം കാണുന്ന ആളുകളുടെ 10-1 ആളുകളെ ആകെ മൊത്തം നൊമാഡ് ലാൻഡ് കണ്ടിട്ടുണ്ടാവുള്ളൂ. That's because that movie is more rooted in society and history. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ക്രോസ് ഓവർ ചെയ്യാൻ പാടാണ്. ഇപ്പം ഹോളിവുഡിൽ അവർ നോക്കുന്നത് ക്രോസ് ഓവർ ചെയ്യണമെന്ന് അവർ വിചാരിച്ച് അവരെടുക്കുന്ന സിനിമകൾ ഇതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് എടുക്കാനാണ് നോക്കുന്നത്. ഇപ്പം അതേസമയം ഇന്ത്യൻ സിനിമകളിൽ എപ്പോഴും ഈ ഒരു കൾച്ചറൽ ലെൻസിൽ കൂടാണ് നമ്മൾ സിനിമകളെ കാണുന്നത്. ഇപ്പം താൽ എന്നുള്ളൊരു സിനിമയുണ്ടല്ലോ, ഐശ്വര്യ റായ്, അക്ഷയ്ഖന്നയാന്ന് തോന്നുന്നു, അനിൽ കപൂറൊക്കെയുള്ള ഒരു 10-20 കൊല്ലം മുമ്പത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിനെപ്പറ്റി റോജർ റിബർട്ട് എന്ന് പറയുന്ന ക്രിട്ടിക്കിന്റെ ഒരു റിവ്യൂ ഉണ്ട്. അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിന്റെ കൂടെ താല് കാണാൻ വേണ്ടി പോയി. അപ്പൊ അതിൽ ഐശ്വര്യ റായ് ഒരു കുഴിയിൽ വീണ് പോകാൻ നേരത്ത് നായകൻ ഇവളുടെ കയ്യിൽ പിടിച്ച് കയറ്റി വലിച്ച് രക്ഷിക്കുവാണ്. അപ്പം ഇത് കണ്ടപ്പോഴേക്കും ആള് നിങ്ങൾ ഒച്ച ഉണ്ടാക്കി തിയേറ്ററിൽ.
കാരണം ഇവർ ഈ നായകൻ നായികയുടെ കയ്യെ പിടിക്കുന്ന ആ ഒരു അതിലാണ് ആളുകൾ നോക്കുന്നത്. അതേസമയം ഈ റോജർ ബേർട്ട് അയാൾ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. കുഴി വീണ് പോകാൻ പോകുന്ന ഒരാളെ അയാൾ പിടിച്ചു കയറ്റുന്നതിൽ അതിൽ വൈ ഇസ് ഇറ്റ് സോ ഇമോഷണൽ എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് അയാൾ ഇന്ത്യക്കാരനല്ല. ഇന്ത്യക്കാരന്റെ കൾച്ചറൽ ലെൻസിൽ കൂടാണ് നായകൻ നായികയുടെ കയ്യിൽ പിടിക്കുന്നത്. ഒരു വലിയ മൊമെന്റ് ആണ് റൊമാൻസ് മൂവിയിൽ, ഒരു വലിയ പ്ലോട്ട് ബീറ്റ് എന്ന് പറയും. ഇപ്പം ഹോളിവുഡ് സിനിമയിലാണെങ്കിൽ റൊമാൻസ് മൂവിയില് നായകനും നായികയും കിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം ഹോമോസെക്ഷൽ റൊമാൻസ് ആണ്, രണ്ട് കമിതാക്കൾ തമ്മിൽ ചുംബിക്കുന്നതാണ് അവിടുത്തെ പ്ലോട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്ലോട്ട് ബീറ്റ് ആണ്. സംടൈംസ് ഇറ്റ് വിൽ കം ടുവേർഡ്സ് എ ഹാഫ് പോയിന്റ്, സംടൈംസ് ഇറ്റ് കംസ് ടുവേർഡ്സ് ദ എൻഡ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദേ ടെൽ ദ സ്റ്റോറി. അതേസമയം നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ ഈ പ്ലോട്ട് ബീറ്റ് കയ്യെ പിടിക്കുന്നതാണ്. ഹോൾഡിംഗ് ദ ഹാൻഡ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പ്ലോട്ട് ബീറ്റ്. ഇപ്പൊ റൊമാൻസ് സിനിമ കാണാൻ വേണ്ടി പോകുന്നവര് ദേ ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. ദാറ്റ്സ് വൈ അവരിങ്ങനെ എക്സ്ക്ലമേഷൻ ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് എ കൾച്ചറൽ തിങ്. അത് പുറത്തുനിന്നുള്ള ഒരാൾ നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല, ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചിലപ്പോൾ തടസ്സം വരും. ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് ചില മലയാള സിനിമകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അടൂരിന്റെ എലിപ്പത്തായം ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ചായിരുന്നു. അപ്പൊ അവര് ഇത് കണ്ടിട്ട് അവര് സബ് ടൈറ്റിൽ വായിച്ചാണ് കാണുന്നത്. അപ്പം ഈ ടോർച്ച് ലൈറ്റ് തെളിക്കുന്ന സമയത്ത് അതിന്റെ ടോർച്ച് എന്ന സബ് ടൈറ്റിൽ കാണുമ്പോൾ ദേ കോൾ ദാറ്റ് ടോർച്ച്. കാരണം അമേരിക്കയിൽ അത് ഫ്ലാഷ് ലൈറ്റ് ആണ്. ടോർച്ച് എന്ന് വെച്ചാൽ ഇവിടെ പന്തമാണ്. അപ്പം ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ടോർച്ച്, നമ്മൾ ടോർച്ച് എന്ന് പറയുന്ന സാധനം അത് കൾച്ചറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് അത് അവർക്ക് വിഷ്വലി അറിയാം, എന്നാലും അവര് കൾച്ചറൽ ഡിഫറൻസ് അവർ സെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിമ്പിനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത് ദാറ്റ്സ് ലോട്ട് ഓഫ് ഫുഡ് ഫോർ വൺ പേഴ്സൺ. കാരണം നമ്മൾ ചോറെങ്കിലും ഒത്തിരി ഇട്ടിട്ട് കഴിക്കുന്ന അവരിത് കാണുമ്പോൾ ഇവരാൾക്കാർ ചോറൊക്കെയാണ് പ്രത്യേകിച്ച് വളരെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. ദാറ്റ്സ് ലോട്ട് ഓഫ് ഫുഡ് ഫോർ വൺ പേഴ്സൺ എന്നൊക്കെ ഒരാളിങ്ങനെ കമന്റ് പറഞ്ഞു. പിന്നെ മാത്രമല്ല ഇതിന് ഇപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഇയാള് പോയിട്ട് കരമന എലിപ്പത്തായം കണ്ടതാണോ? ഓക്കെ. അതിലിങ്ങനെ ഇയാള് ഒരു കല്യാണത്തിന് അങ്ങനെ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പോവാണ്. അപ്പം ഒരു പടിലും വെള്ളമുണ്ട്. ഒത്തിരി വെള്ളം ഒരു കുട്ടി ഇങ്ങനെ കയറി കിടക്കുന്നു. അപ്പൊ അയാൾക്ക് അതിലൂടെ നടന്നു പോകാൻ വയ്യ. അയാൾ ചെരുപ്പ് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു കൊച്ച് തലയിൽ ഒരു ചക്കയൊക്കെ ആയിട്ട് ഈ വെള്ളത്തിൽ കൂടെ അങ്ങ് നടന്നു പോവാണ്. ഈ സംഭവങ്ങളൊന്നും ഈ കൾച്ചർ പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അടൂരിന്റെ സിനിമകളാണ് പിന്നെയും ക്രോസ് ഓവർ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് റിലേറ്റീവ്ലി. യൂറോപ്പിലും അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ക്രോസ് ഓവർ ചെയ്തിട്ടുള്ളത് അടൂരിന്റെ സിനിമകളാണ്. എന്നാലും അടൂരിന്റെ സിനിമകളിൽ പോലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഗ്യാപ്പുകളുണ്ട് പുറത്തുനിന്നുള്ള ആളുകൾ കാണുമ്പോൾ. അപ്പൊ ഈ ശേഷം മൈക്കിൾ ഫാത്തിമ എന്നുള്ള സിനിമ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? അതിന് ഞാനത് 3 തവണ കണ്ടു. എനിക്ക് കാരണം എന്താ അത്? One, it's a very fantastic movie, personally speaking. അതിന്റെ ജോണർ എന്താ? അത് കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയും. അത് കമ്മിങ് ഓഫ് ഏജ് നമ്മൾ പറയുമ്പം ഇതിന്റെ തുടക്കം ഈ കുട്ടികൾ വളർന്നു വരുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ടീനേജ്. ഇപ്പൊ അവരുടെ സെക്ഷുവാലിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, അവർ ലോകത്തെ കാണുന്നു, ലോകത്തെ മനസ്സിലാക്കാൻ, ലോകത്തോട് റിയാക്ട് ചെയ്യാൻ പഠിക്കുന്നു, വലിയ തിരിച്ചറിവുകൾ വരുന്ന വളർച്ചയുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒത്തിരി സിനിമകളിൽ ഇത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കമ്മിങ് ഓഫ് ഏജ് എന്നുള്ള പേര് വരുന്നത്. പക്ഷെ കമ്മിങ് ഓഫ് ഏജ് ബേസിക്കലി ട്രാൻസിഷനെ കുറിച്ചാണ്, വ്യക്തികളുടെ വളർച്ചയെ കുറിച്ചാണ്. ഇപ്പം ഒരു വ്യക്തിക്ക് വളരാനത് ടീനേജ് മാത്രമാണെന്നില്ല. 45 വയസ്സായ എനിക്ക് ഇപ്പോഴും വളരാം, അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 60 വയസ്സുള്ള ഒരാൾക്ക് പിന്നെയും വളരാം. അപ്പം 60 വയസ്സുള്ള ഒരാളെ കുറിച്ച് കമ്മിങ് ഓഫ് ഏജ് മൂവി എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് എബൌട്ട് ഷ്മിറ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു മൂവിയുണ്ട്, ജാക്ക് നിക്കോൾസൺ അഭിനയിച്ചത്. ഇറ്റ്സ് എ കമ്മിങ് ഓഫ് ഏജ് മൂവി. ഈവൻ ദോ ഹീസ് ലൈക്ക് ഇൻ ദ 60s or 70s. പുള്ളിക്ക് പ്രായമായി കഴിഞ്ഞിട്ട് അഭിനയിച്ചതാണ്. അതായത് പ്രായമായ ഒരു മനുഷ്യൻ ഒരു പുതിയ തിരിച്ചറിവിലേക്കും ഗ്രോത്തിലേക്കും വരുന്നതാണ് ആ സിനിമയിലെ ഐഡിയ. ശേഷം മൈക്കിൾ ഫാത്തിമയിലെ ഇതുപോലെ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു. ഷീസ് ബ്രേക്കിംഗ് ഹെർ ബൗണ്ടറീസ് ആൻഡ് ഫൈൻഡിങ് എ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലോട്ട് ബീറ്റ് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതായത് ഇത്ര സ്റ്റോറി പോയിന്റുകളുണ്ട്, മെയിൻ സ്റ്റോറി പോയിന്റുകൾ. അപ്പൊ ഈ സ്റ്റോറി പോയിന്റുകളെല്ലാം ഒത്തു വരുമ്പോഴാണ്
നമുക്കൊരു വെൽ റൗണ്ടഡ് നെറേറ്റീവ് ആയിട്ട് തോന്നുന്നത്. ഉം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പം റൊമാൻസ് മൂവിയിലാണെങ്കിൽ പ്രേമിക്കുന്ന ആളുകൾ പരസ്പരം ചുംബിക്കുന്നു അല്ലെങ്കിൽ കയ്യെ പിടിക്കുന്നു, അതൊരു പ്ലോട്ട് പോയിന്റ് ആണ്. ആ ഒരു പ്ലോട്ട് ബീറ്റ് ആണ്. ആ പ്ലോട്ട് ബീറ്റ് സ്ക്രിപ്റ്റിലുണ്ട്. അത് സിനിമയിൽ വന്നു കഴിയുമ്പോൾ വി ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ദിസ് പ്ലോട്ട് ബീറ്റ്സ്. നമ്മൾ സിനിമ നമുക്കിത് അറിയത്തില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചക്കാരിക്കോ ഇതറിയാം. നമുക്കിത് വെർബലൈസ് ചെയ്യാൻ അറിയണമെന്നില്ല, പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട് ബീറ്റുകൾ എടുത്ത് നോക്കുക. ഇപ്പൊ ഏറ്റവും ഹിറ്റ് ആവുന്ന സിനിമകൾ, ഇപ്പൊ പ്രേമലു ഭയങ്കര ഹിറ്റായി, പ്രേമലുവിന്റെ പ്ലോട്ട് ബീറ്റുകൾ എടുത്ത് നോക്കുക. യു ക്യാൻ സീ ദേ മാച്ച് വെൽ. അതല്ലെങ്കിൽ ശേഷം മൈക്കിൾ ഫാത്തിമ, അത് ആ സിനിമ തിയേറ്ററിൽ മൈൽഡ് റെസ്പോൺസ് ആയിരുന്നു ബിക്കോസ് ഓഫ് മെനി റീസൺസ്. ഒന്ന്, അതിൽ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഒക്കെ സമയത്താണ് അത് റിലീസ് ആവുന്നത്. പിന്നെ അതിന് എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഓൾറെഡി സോൾഡ് ഇറ്റ് ടു നെറ്റ്ഫ്ലിക്സ്. അപ്പം തിയേറ്റർ വരുമാനം അവരെ സംബന്ധിച്ച് വിഷയമില്ലായിരുന്നു. സോ ദേ ഓൾറെഡി മെയ്ഡ് ദ മണി. അപ്പൊ അതുകൊണ്ട് അവർ അധികം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ സിനിമ വലിയ ഹിറ്റൊന്നും ആയില്ല. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് അത് മലയാളത്തിലെ തന്നെ മുൻപ് വന്ന കമ്മിങ് ഓഫ് ഏജ് സിനിമകളുടെ പ്ലോട്ട് ബീറ്റുകളെല്ലാം ശേഷം മൈക്കിൾ ഫാത്തിമയിലുണ്ട്. തിങ്ക് സംതിങ് ലൈക്ക് സ്ഫടികം. അപ്പം ഞാൻ ഇത് സ്ഫടികം പോലെയാന്ന് പറഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് അത് ഭയങ്കര അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമായി. ഈ സിനിമ സ്ഫടികം പോലെയോ? ഇപ്പം മസ്കുലിൻ ഫെമിനിൻ എന്നുള്ള ആ വിഷയം മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ഫടികം ഈസ് അബൌട്ട് എ പേഴ്സൺ കമ്മിങ് ഇൻ ടു എ ന്യൂവർ റിയലൈസേഷൻ, എ ഗ്രോത്ത്. അയാളുടെ തന്നെ ഇന്നാബിലിറ്റീസും പരിമിതികളും അറിഞ്ഞ് അയാൾ പുതിയൊരു മനുഷ്യനാവുന്നതാണ് സ്ഫടികം എന്നുള്ള സിനിമയുടെ നറേറ്റീവ്. ഇറ്റ്സ് എ കമ്മിങ് ഓഫ് ഏജ് മൂവി. ശേഷം മൈക്കിൾ ഫാത്തിമ അത് തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെ മുമ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് വേറെ വേറെയാണ്, എന്നാലും ദേ ആർ ഗോയിങ് ത്രൂ എ ലൈഫ് സിറ്റുവേഷൻ, നമ്പർ ഓഫ് ലൈഫ് സിറ്റുവേഷൻസ്. അതിൽ കൂടി അവർ ഇവരുടെ ബാരിയർ ഇവർ ബ്രേക്ക് ചെയ്തിട്ട് ദേ ബിക്കം എ ന്യൂ പേഴ്സൺ. അപ്പൊ ആ പ്ലോട്ട് ബീറ്റുകളെല്ലാം ഒരുമിച്ച് ഒരേപോലെ വരുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് യു വാണ്ട് ഇൻ എ മൂവി. അപ്പം വേറൊന്ന്, ഇപ്പൊ ഈ വടക്കൻ വീരഗാഥ എന്ന സിനിമ, അത് മെമ്മോർ എന്നുള്ളൊരു ജോണറിലാണ് കറക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഈ മെമ്മോറും കമ്മിങ് ഓഫ് ഏജും ഒരു സിസ്റ്റർ ജോണേഴ്സ് എന്ന് പറയും. അതായത് ചില ജോണറുകൾ they go together, like ക്രൈം ആൻഡ് മിസ്റ്ററി. അവര് ഈ രണ്ട് ജോണറുകൾ ഒരുമിച്ച് പോകുന്ന, അതല്ലെങ്കിൽ മിത്ത് ആൻഡ് ഫാന്റസി, ഇത് രണ്ടും സിസ്റ്റർ ജോണേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റർ ജോണറുകളാണ് ഈ പറഞ്ഞ കമ്മിങ് ഓഫ് ഏജ് ആൻഡ് മെമ്മോർ. അപ്പൊ ഇതില് മെമ്മോർ എന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഒരാൾ ഓർത്തെടുക്കുന്നതാണ്. അഗെയിൻ ഹി ഓർ ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ദ പാസ്റ്റ് ആൻഡ് റിയലൈസിങ് അബൌട്ട് ദ ലൈഫ്. അപ്പൊ അതിൽ കൂടി ഈ കഥ പറയുന്നതിൽ കൂടി എന്താണ്, ഈ കഥാപാത്രം ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കുവാണ്. അയാളുടെ ജീവിതം, അയാൾ ജീവിച്ച ജീവിതം പറഞ്ഞുകൊണ്ട്, മേ ബി ടു ഓപ്പൺ ഹിംസെൽഫ് അപ്പ് ഓർ മേ ബി ടു വാൺ അതേഴ്സ്, അതെന്തും ആകാം. ബട്ട് മെമ്മോർ എന്ന് പറയുന്നത് ലുക്കിംഗ് അറ്റ് എ ട്രാൻസിഷൻ ദാറ്റ് ഓൾറെഡി ഹാപ്പൻ. അതേസമയം കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുന്നത് ഗോയിങ് ത്രൂ ദ ട്രാൻസിഷൻ. അപ്പൊ ഇത് രണ്ട് സിസ്റ്റർ ജോണേഴ്സ് ആണ്. അപ്പം ഈ വടക്കൻ വീരഗാഥയിലുള്ള പല പ്ലോട്ട് പോയിന്റുകളും നമുക്ക് പ്ലോട്ട് ബീറ്റുകൾ നമുക്ക് ശേഷം മൈക്കിൾ ഫാത്തിമയിൽ കാണാം, സ്ഫടികത്തിൽ കാണാം, കിരീടത്തിൽ അതുണ്ട്. കാരണം ഇതിലെല്ലാം ഒരു കമ്മിങ് ഓഫ് ഏജ് എലമെന്റ് ഉണ്ട്. നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഈ കമ്മിങ് ഓഫ് ഏജ്. നമ്മുടെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒത്തിരി സിനിമകൾ കമ്മിങ് ഓഫ് ഏജുമായിട്ട് റിലേറ്റഡ് ആണ്. സിനിമകളെ കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുക, എഴുതുക ചെയ്തത് എപ്പോഴാണ്? എന്തായിരുന്നു അതിന്റെ റീസൺ? ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സംസാരിക്കുക, എഴുതുക എന്താണ് ആദ്യമായിട്ട് ചെയ്തത്? എപ്പോഴായിരുന്നു? ഓക്കെ, ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്നത് നമ്മളെ ചെറുപ്പത്തിൽ എപ്പോഴും കാണുമായിരുന്നു. സിനിമ അവസരം കിട്ടുമ്പോഴൊക്കെ കാണുമായിരുന്നു. എങ്കിലും സിനിമ കാണുന്നത് ഒരു വൊക്കേഷൻ ആയിട്ട് എടുക്കണം എന്ന് തോന്നുന്നത് എന്താണ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 7 സമ്മറായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അത് കണ്ട സമയത്താണ്, അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സിനിമ ക്യാൻ ബി സോ അമേസിങ് ആൻഡ് സോ എന്റർടൈനിങ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അതിനുശേഷം നമ്മൾ ഇതുപോലെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ജീവിക്കുന്നത്, ജീവിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പലപ്പോഴും ആലോചിക്കുമല്ലോ. അങ്ങനെ എത്തിയ ഒരു തിരിച്ചറിവ് ഇതാണ്, സിനിമ കാണാൻ വേണ്ടി ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുമായിരുന്നു. ശരിക്കും സിനിമ കാണാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്?
Yeah, that's one of the major things, yes. എന്തുകൊണ്ടാണ് സിനിമ നമ്മളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? ഓരോരുത്തരെ സ്വാധീനിക്കുന്ന ഓരോ കാരണം കൊണ്ടായിരിക്കും. എന്നെ സ്വാധീനിക്കുന്നത് ഇതുപോലെ മോഷൻ എന്ന് പറയുന്ന സംഗതിയെ ക്യാപ്ചർ ചെയ്യുന്നു. ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ ഫ്രെയിം തന്നെ മൂവ് ചെയ്യും, ഫ്രെയിമിന്റെ ഉള്ളിൽ വസ്തുക്കളും ആൾക്കാരും ഒക്കെ മൂവ് ചെയ്യും. യുനോ ഐ ലൈക്ക് ഇറ്റ്. ഈ മോഷൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ സിനിമ കാണാനുള്ള കാരണം. അത് കാരണം ഐ ക്യാൻ വാച്ച് എനി മൂവി. എന്നിട്ട് സീരിയസ് ആയിട്ട് എഴുതിയതൊക്കെ അല്ലെങ്കിൽ സംസാരിച്ചത്? എഴുത്തു വരുന്നത് പിന്നീടാണ്. ഞാൻ 2006 തോന്നുന്നു ഞാനൊരു ലേഖനം എഴുതി. അത് ബ്ലോഗില് 2006 മുതൽ ഒരുപാട് ലേഖനങ്ങള് ബ്ലോഗിലുണ്ട്. ഉണ്ട്, യെസ്. അല്ല, അതിനുള്ള അതിനു മുമ്പ് ആദ്യത്തെ ഇത് സീരിയസ് ആയി സംസാരിക്കാനുള്ള എന്തെങ്കിലും ഫ്രണ്ട്സോ ഗ്രൂപ്പുകളോ എന്തെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, ഫ്രണ്ട്സും ഒന്നും ഇല്ലായിരുന്നു. മേ ബി ദാറ്റ്സ് ദ റീസൺ ഐ ഡിസൈഡ് ടു റൈറ്റ്. ഞാൻ കാരണം ബ്ലോഗ് നോക്കിയായിരുന്നു 2006 ആദ്യം എഴുതിയത്. ടെറൻസ് മാലിക്കിനെ പറ്റിയാണ് എഴുതിയത്. ടെറൻസ് മാലിക്കിന്റെ 2 സിനിമയെ കുറിച്ചും പിന്നെ ടെറൻസ് മാലിക്കിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ. അതെ അങ്ങനെ അതെ. ആദ്യത്തെ 3 ആർട്ടിക്കിളൂടെ കമ്പൈൻ ചെയ്ത് ഒരു ലേഖനമായിരുന്നു എഴുതിയത്. അത് എഴുതാനുള്ള കാരണം നമ്മൾ എന്തിനാണ് നമ്മൾ എഴുതുകയും ഇതുപോലെ വീഡിയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്? വി വാണ്ട് ടു എക്സ്പ്രസ് അവർ സെൽഫ്, അതെ. റൈറ്റ്, ആൻഡ് വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദി സൊസൈറ്റി. അപ്പം അത് തന്നെയാണ് കാരണം. അതിനു വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. എനിക്ക് തോന്നുന്നു ഞാൻ അത് മാതൃഭൂമിക്ക് ടെറൻസ് മാലിക് പബ്ലിഷ് ചെയ്യാൻ. സിനിമയും തത്വശാസ്ത്രവും 2006 ഞാനത് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തിരുന്നു. മാതൃഭൂമി അത് പബ്ലിഷ് ചെയ്തില്ല. അവർ പറഞ്ഞു ഇറ്റ്സ് നോട്ട് റെലവെന്റ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് മലയാളത്തെ സംബന്ധിച്ചോളം ഹോളിവുഡിലുള്ള ഓസ്കാർ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ അത്ര അറിയപ്പെടുന്ന സംവിധായകമൊന്നുമല്ല. ഒരു ആർട്ട് ഫിലിം ഡയറക്ടർ. ആർട്ടിക്കിൾ അബൌട്ട് ഹിം നോട്ട് വെരി റെലവെന്റ്. അത് എന്നെ പോലെ വളരെ നീഷ് ഇൻട്രസ്റ്റ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വായിച്ചേക്കുമെന്നല്ലാതെ വേറെ ഒരു വൈഡർ ഓഡിയൻസിന് പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒന്നും അല്ല. അതുകൊണ്ട് അവരത് പബ്ലിഷ് ചെയ്തില്ല. ദെൻ ഐ തോട്ട് എല്ലാവരും ബ്ലോഗ് ഒക്കെ എഴുതുന്നുണ്ട്. ഞാൻ ബ്ലോഗ് വായിക്കാറുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ. വൈ നോട്ട് പുട്ട് ഇറ്റ് ഇൻ ദ ബ്ലോഗ്? അങ്ങനെ ബ്ലോഗ് എഴുതി. അങ്ങനെ ബ്ലോഗ് എഴുതി വന്നപ്പോൾ അത് കഴിഞ്ഞ് വേറെ ആളുകൾ ഓരോ കമന്റ്സും ഇങ്ങനെ വന്നപ്പം ഓക്കെ ദെൻ ഞാൻ അത് കണ്ടിന്യൂ ചെയ്താക്കാം, ഇനി എഴുതിയേക്കാന്ന് കരുതി. അങ്ങനെ ബട്ട് എഴുത്ത് പിന്നീട് ഒത്തിരി മാറി. എന്നാലും that's the reason basically to communicate with the society. പിന്നെ വേറൊന്ന്, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മള് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുമല്ലോ. നമ്മള് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി, നല്ലൊരു റെസിപ്പി ഉണ്ട്, നമുക്ക് നമ്മളത് ഷെയർ ഇറ്റ്, റൈറ്റ്? അല്ലെങ്കിൽ നല്ലൊരു ചിത്രം കണ്ടു, വിൽ ഷെയർ ഇറ്റ്. നമ്മൾ ബീച്ചിൽ പോയി, അല്ലെങ്കിൽ നല്ലൊരു മഴവില്ല് കണ്ടു, നമ്മൾ പടം എടുത്ത് പോസ്റ്റ് ചെയ്യും. വൈ വി വാണ്ട് ടു ഷെയർ ദിസ്. അപ്പൊ അതുപോലെയാണ് സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ട സിനിമകൾ ഷെയർ ചെയ്യാനുള്ള ഒരു അങ്ങനെ ഒരു ഇതും കൂടെ. ഒരു ഏകദേശം ഒരു 10-20 വർഷമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? എനിക്ക് പേഴ്സണലി ആണോ കാണുന്ന ഇതില്? ഒത്തിരി മാറ്റങ്ങളുണ്ട്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഇപ്പൊ കേരളത്തിലാണ് കണ്ടു തുടങ്ങുന്നത്. സിനിമ കാണാനുള്ള വെന്യൂസ് വളരെ കുറവാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ഓരോ ഫെസ്റ്റിവലുകളും യൂണിവേഴ്സിറ്റികളിലും മറ്റേ ഫിലിം സൊസൈറ്റികളിലും ഒക്കെ കാണിക്കുന്ന സിനിമകൾ ആണ് കാണുന്നത്. അപ്പം ആ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ചില സിനിമകൾ, ഉദാഹരണത്തിന് ബൈസിക്കിൾ തീവ്സ്, കേരളത്തിലെ ഒരു 1000-ലധികം ഫെസ്റ്റിവലുകളിൽ ബൈസിക്കിൾ തീവ്സ് കാണിച്ചിട്ടുണ്ടാവും, റൈറ്റ്? മിക്കവാറും ഇതുപോലത്തെ ഫോറിൻ അല്ലെങ്കിൽ ക്ലാസിക് സിനിമകൾ താല്പര്യമുള്ള ഫെസ്റ്റിവൽ സിനിമകൾ താല്പര്യമുള്ള ആളുകളൊക്കെ ബൈസിക്കിൾ തീവ്സ് കാണും, റാഷമോൺ കാണും. ബട്ട് അവർ ഷാക് സ്റ്റാറ്റിയെ പറ്റി കേൾക്കുന്നില്ല, ജോൺ പീറി മെൽവിലിനെ പറ്റി അവർ കേൾക്കുന്നില്ല, അവർ കാണുന്നില്ല. there are wonderful crime movies from the past, wonderful action movies from the past. അപ്പൊ അതൊന്നും ഈ സിനിമകൾ പോലെ അത്ര അങ്ങനെ വൈഡ്ലി സ്ക്രീൻഡ് അല്ല കേരളത്തിലെ ഒരു ഫെസ്റ്റിവൽ ഇതില്. അപ്പം ആ ഒരു ടേസ്റ്റ് ബിൽഡപ്പിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ആദ്യകാലത്ത് ഞാനും കരുതിയിരുന്നത് ഭയങ്കര തീമാറ്റിക് പ്രൊഫൻഡിറ്റി ഉള്ള സിനിമകൾ എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് റാഷമോൺ അല്ലെ ബൈസിക്കിൾ തീവ്സ്, അങ്ങനത്തെ, അതായത് ഭയങ്കര ഗഹനമായ കാര്യങ്ങൾ, ഗ്രേറ്റ് കാര്യങ്ങൾ പറയുന്ന സിനിമകൾ, അങ്ങനത്തെ സിനിമകളാണ് മികച്ചത് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വളർന്നു വരുന്നത്, ഈ സിനിഫൈലായിട്ട് വളർന്നു വരുന്നത്. പിന്നീട് അമേരിക്കയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ പഴയ ക്രൈം മൂവികളും പഴയ ആക്ഷൻ മൂവികളും ഒക്കെ വെസ്റ്റേൺ മൂവികളും ഒക്കെ കണ്ട് ടേസ്റ്റ് കുറേ കൂടെ വൈഡായി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് സിനിമകൾ ഭയങ്കര ഗഹനമായ കാര്യങ്ങൾ പറയണമെന്നില്ല.
ഡോളർ ട്രിലജി എടുത്താൽ അതിൽ വലിയ ഗഹനമായ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഷൂട്ടിംഗ് പീപ്പിൾ. ബട്ട് ദർ ഇസ് എ ബ്യൂട്ടി ടു ദാറ്റ് മൂവി. അല്ലെങ്കിൽ ഇപ്പൊ ഷാക് സ്റ്റാറ്റിയുടെ കോമഡി സിനിമകൾ ഗഹനമായ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല, ബട്ട് ദർ ഇസ് റിയൽ ഫൺ ടു ഇറ്റ്. അങ്ങനെ സിനിമകൾ പരിചയിച്ചു കഴിഞ്ഞപ്പം യുനോ ആ ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയി. പിന്നെ ഇങ്ങനെ നല്ലത് മോശമെന്നല്ല, എല്ലാ സിനിമയും കാണുമായിരുന്നു. ഇങ്ങനെ പരക്കെ കാണുമായിരുന്നു. ഇപ്പൊ മലയാളത്തിൽ വരുന്നതും മലയാളത്തിൽ ഒരു സമയത്തൊക്കെ മിക്കവാറും വരുന്ന സിനിമകളൊക്കെ നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ, തിയേറ്ററിൽ റിലീസ് ഇല്ലാത്ത കാരണം, ഇവിടെയൊന്നും ഇല്ലാത്ത കാരണം. ഒത്തിരി സിനിമകൾ ഇപ്പൊ പരക്കെ കാണുന്നത് കൊണ്ടുള്ള ഒരിത്, ഒരു സിനിമ കാണുമ്പോ ഓക്കെ വേറെ ഇങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, സോ ദർ മസ്റ്റ് ബി എ കോമൺ തിങ് ഗോയിങ് ഓൺ എന്ന് നമ്മൾ ആലോചിക്കും. ആലോചിച്ചിട്ട് ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു ജോണറാണ്, അപ്പൊ ഇതൊരു സബ് ജോണറാണ്, ഇതിങ്ങനെ ഇതാണ് ഈ ഒരു ജോണറിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണെന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കി തുടങ്ങും. എന്നിട്ട് എന്തുകൊണ്ടാണ് കെമിസ്ട്രി പഠിക്കാൻ പോവുകയും PhD കെമിസ്ട്രിയിൽ എടുക്കുകയും കെമിസ്ട്രി അധ്യാപകനാവുകയൊക്കെ ചെയ്തത്? കാരണം വളരെ ചെറുപ്പം തൊട്ട് തന്നെ പാഷൻ എന്താണെന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിരുന്നല്ലോ. ഒരിക്കലും ക്യൂരിയോസിറ്റി. അല്ല, പാഷൻ ഫിലിമോഗ്രഫി എന്ന് പഠിക്കാൻ പറയുന്നത് സിനിമ പോകാതിരുന്നത് ഇഷ്ടമാണ്, കാണാം. ബട്ട് നമ്മുടെ ഒരു സാഹചര്യത്തില് കേരളത്തിൽ വളർന്നു വരുന്ന ലോവർ മിഡിൽ ക്ലാസ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരാൾക്ക് സിനിമ ഇഷ്ടമാണെന്ന് കരുതി ഉടനെ പോയി സിനിമയിൽ അഭിനയിക്കാനോ അല്ലെ സംവിധായകനാകാനോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആകാനോ ഒന്നും പറ്റില്ല. അതൊരു സ്മാർട്ട് മൂവ് അല്ല. അല്ല, അടൂരിനെയൊക്കെ ഫോളോ ചെയ്യുമ്പോ ഇത് പഠിക്കാം എന്നറിയാലോ. അന്നൊന്നും എനിക്ക് അടൂരിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് അടൂരിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പൊ പത്രത്തിലൊക്കെ അടൂരിന് എന്തെങ്കിലും അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വരുമ്പം ഓക്കെ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ഞാൻ സിനിമകൾ കണ്ടിട്ടുമില്ല. പുള്ളിയുടെ സിനിമകളൊന്നും നമ്മുടെ അടുത്തൊന്നും തിയേറ്ററിലൊന്നും വരുകയില്ല. അപ്പൊ അങ്ങനെ കാണാനുള്ള അവസരം ഇല്ലായിരുന്നു. ഞാൻ ആകെ നിഴൽക്കുത്ത് മാത്രമാണ് ഞാൻ കേരളത്തിൽ നിന്ന് കണ്ട അടൂരിന്റെ സിനിമ. അത് തന്നെ അന്ന് ഞാൻ ബോംബെയിലായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് നിഴൽക്കുത്ത് റിലീസായി. നിഴൽക്കുത്തിന്റെ ട്രെയിലർ TV വന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തിരിച്ച് നാട്ടിൽ പോയി ഇത് കാണണം. അതിനുവേണ്ടി ഞാൻ ഇന്റർവ്യൂ ഒക്കെ വിട്ടിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയി നിഴൽക്കുത്ത് കാണാൻ വേണ്ടി. കെമിസ്ട്രി പഠിക്കാനുള്ള കാരണം ക്യൂരിയോസിറ്റി തന്നെയാണ്. കാരണം ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കെമിസ്ട്രിയിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി തന്നെ പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് എനിക്ക് BTechന് അഡ്മിഷൻ കിട്ടിയായിരുന്നു. ബട്ട് ഞാൻ എന്നിട്ട് നമ്മൾ ഈ ഓപ്ഷൻ എഴുതി കൊടുക്കാൻ വേണ്ടി പോകുമല്ലോ, ഏത് ഓപ്ഷൻ എഴുതി കൊടുക്കണം എന്നുള്ളത് പോയിട്ട് ഞാനൊരു ഓപ്ഷൻ എഴുതി കൊടുക്കാതെ ആ പേപ്പർ മടക്കി ഇട്ടിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ വാണ്ടഡ് ടു സ്റ്റഡി കെമിസ്ട്രി. അപ്പം അങ്ങനെ കെമിസ്ട്രി പഠിച്ചു. ഒരു കാര്യം പഠിക്കും തോറും കൂടുതൽ ക്യൂരിയോസിറ്റി വരും. അപ്പൊ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ഇതിലാണ് പിന്നീട് മാസ്റ്റേഴ്സ് ചെയ്യുന്നതും. മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞ് 2-3 കൊല്ലം ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഒരു കോർപ്പറേറ്റ് 2 കമ്പനികളിൽ വർക്ക് ചെയ്തു. ഐ വാസ് നോട്ട് വെരി ഹാപ്പി ദെയർ. ആ ഒരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് മൊണോട്ടോണസ് ആൻഡ് റെപ്പറ്റീഷ്യസ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പിന്നെ ഞാൻ ഇപ്പൊ PhD ചെയ്യാൻ വേണ്ടി പിന്നീട് അഗെയിൻ കാരണം ഈ ക്യൂരിയോസിറ്റി തന്നെയാണ്. ആ സമയത്ത് ആണ് ആനന്ദിന്റെ ഒക്കെ എഴുത്തുകൾ വായിച്ചതും പ്രത്യേകിച്ചും ജൈവ മനുഷ്യൻ എന്നുള്ള ബുക്കൊക്കെ ആ സമയത്ത് തന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. വൈ ഐ ഷുഡ് ട്രൈ ടു പർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ളത് ഞാൻ ഈ ജൈവ മനുഷ്യൻ വായിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ആ ഒരു വഴിയിൽ മുന്നോട്ട് പോകാനുള്ള ഇത് വരുന്നത്. ബട്ട് ഇതിനൊക്കെ പാരലായിട്ട് ഞാൻ സിനിമ എപ്പോഴും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകരുടെ അടുത്ത് വന്ന് ഇത്രയും കാര്യമൊക്കെ പറഞ്ഞത് വളരെ താങ്ക് യു. എനിക്കറിയില്ല, ആളുകൾക്ക് കുറേ പേര് ക്യൂരിയസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അറിയാൻ എഴുതുക. ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ മാതൃഭൂമിയിൽ അയച്ചിട്ട് അത് വന്നില്ല എന്ന്, പിന്നീട് അങ്ങനെ പബ്ലിഷ് ചെയ്ത് കുറെ ഇല്ല പിന്നീട് എനിക്ക് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നിട്ടില്ല. ബ്ലോഗ് വന്നതോടുകൂടി അതിൽ ഹാപ്പി അല്ലെ? അവനവന്റെ സോഷ്യൽ ഹാപ്പി വിത്ത് എനിക്ക് വേറെ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട. അവിടെ കുറച്ച് സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസും അതിലുള്ള ഞാനെഴുതുന്ന പോസ്റ്റുകൾ ഒരു 15 പേര് വായിച്ചാലാണ് ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് ആയിട്ടല്ല പോസ്റ്റുകൾ ഇടുന്നത്, ലിമിറ്റ് ചെയ്ത ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്.
ഒന്ന് ഇപ്പൊ നമ്മൾ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരമാകാം. നമ്മൾ തെറ്റുകൾ പറ്റുന്ന ആളുടെ മനുഷ്യൻ. ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരമാകാം. അത് സൊസൈറ്റിക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ പക്ഷെ ഒരു റിസർച്ച് പേപ്പർ പ്രസന്റ് ചെയ്യുന്ന പോലെ ഇപ്പൊ ഫ്രെയിമുകളെ കുറിച്ച് പറയുന്ന ആ ഭാഗമൊക്കെയാണ് ഞാൻ ഇങ്ങനെ നോക്കും. ബ്ലോഗിൽ ഓരോ എഴുതിയതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഫ്രെയിമുകളെ കുറിച്ചൊക്കെ സ്റ്റഡി നടന്നത്, പിന്നെ സിനിമയുടെ പ്ലോട്ടുകളെ കുറിച്ച് പറയുന്നത് 4 പോയിന്റ് 3 പോയിന്റ് ഇങ്ങനെയൊക്കെയുള്ളൊക്കെ ശരിക്കും പറഞ്ഞാല് PhD പഠനകാലത്ത് പോലെ തന്നെ ആ ഒരു ഫോർമാറ്റ് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത് ഈ ഒരു സയൻസിൽ റിസർച്ച്? ചെയ്ത അതേ മെത്തഡോളജിയാണ് സിനിമയിലും ചെയ്യാൻ നോക്കുന്നത്. അതേ മെത്തഡോളജി. അതെ. ഇപ്പം എന്താ ഇനോർഗാനിക് കെമിസ്ട്രി അല്ലേ? അതുപോലെയൊക്കെ അതിന്റെ ഒരു സബ്സ്റ്റൻസ് നമ്മള് എനിക്ക് ഈ മറ്റേ ഇന്റർപ്രറ്റീവ് ലേഖനങ്ങളോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല സിനിമയെ കുറിച്ചുള്ള എഴുത്തില്. ഇപ്പം ഫിലിം സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ഈവൻ മാതൃഭൂമി മാധ്യമം അതിലൊക്കെ വരുന്ന ആർട്ടിക്കിൾസും ഒക്കെ തന്നെ അവര് ഡിസ്കസ് ചെയ്യുന്നത് സിനിമയെ കുറിച്ചല്ല, മറിച്ച് സിനിമ എന്തുകൊണ്ട് ഇതിൽ ജാതി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫ്യൂഡലിസം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ ഇംപ്ലിക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു നേച്ചർ, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അത്തരം ചർച്ചകളൊക്കെ കാണാറില്ല. അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ കഥയെ കുറിച്ചുള്ള ഭയങ്കര ചർച്ച, പൊളിറ്റിക്കലി കറക്റ്റ് ആണോ, സ്ക്രിപ്റ്റില് ഇത് എഴുതാമോ, ആധുനിക കാലത്ത് പെണ്ണിനോട് ഇങ്ങനെ പറയാമോ? എന്നെ സംബന്ധിച്ചോളം അതൊന്നും സിനിമയല്ല. യെസ്. പിന്നെ ഇഫ് യു ആർ ഒഫൻഡഡ് ബൈ എ മൂവി, ജസ്റ്റ് ഡീൽ വിത്ത് ഇറ്റ്. ഇറ്റ്സ് എ മൂവി. I was offended by movies, that's okay. മൂവികൾ ഇങ്ങനെ സ്ക്രീനിൽ നിൽക്കുന്ന സാധനമാണ്. അത് വന്നിട്ട് നമ്മളെ ഫിസിക്കലായിട്ട് നമ്മളെ വന്ന് ഹാം ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് റൺ അവേ. അതർവൈസ് as long as it is on the screen, it's fine. എന്തെങ്കിലും സിനിമ റിവ്യൂ കാണാറുണ്ടോ? ഇപ്പൊ പുതിയതായിട്ടൊക്കെ വരുന്ന ആരുടെയെങ്കിലും ഒക്കെ സിനിമ റിവ്യൂ റാൻഡം എങ്കിലും അങ്ങനെ കാണാറില്ല, റിവ്യൂസ് അങ്ങനെ കാണാറില്ല. പിന്നെ സിനിമേനെ ശരിക്കും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ചോദ്യം ഇതാണ്, വിലയിരുത്തേണ്ട കാര്യമുണ്ടോ? നമ്മള് വിലയിരുത്തുന്നത് എന്തിനാണ്? നമ്മള് ടു കമ്പയർ വിത്ത് അതർ മൂവീസ്, ടു സീ സംതിങ് ഈസ് ഗ്രേറ്റ് ഓർ ബാഡ്. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ റിവ്യൂ എന്ന് പറയുമ്പോ അപ്പൊ എന്താണ്, എങ്ങനെയാ കാണുന്നത്? നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ തോന്നുന്നൊക്കെ എക്സ്പ്രസ് ചെയ്യുക, അല്ലാതെ സിനിമ എപ്പോഴും ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പേഴ്സണാലിറ്റി ടൈപ്പുകൾ എന്ന് പറഞ്ഞു. ഇപ്പം സുനിതയ്ക്ക് ഇഷ്ടമുള്ള ചില ടൈപ്പ് ഓഫ് മൂവീസും ജോണർ എലമെന്റ്സും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ വേറൊരു വ്യക്തിയാണ്, ഇപ്പൊ വേറൊരു വ്യക്തി, ഇപ്പൊ മൂന്നാമതൊരു വ്യക്തി, അവർക്ക് വേറൊരു താല്പര്യങ്ങളും ടൈപ്പ് ഓഫ് മൂവീസും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പോയിട്ട് അത് കൊള്ളുകയല്ല, ഇതാണ് നല്ലത്, അത് അങ്ങനെയല്ല നമ്മൾ സിനിമകളെ കാണുന്നത്. മറിച്ച് we can say this is something I liked എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. other people can take it or they can leave it. But ഞാന് പോയിട്ട് എന്റെ ഒരു പ്രിഫറൻസ് അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. that's not how it works. These are movies. It's for fun. അപ്പം എന്റെ ടേസ്റ്റ് പോലെ തന്നെ വാലിഡ് ആണ് വേറെ ആളുടെ ടേസ്റ്റും, even though we pretend otherwise. കാരണം നമുക്ക് എല്ലാവർക്കും ഇതാണ്. ഇപ്പൊ ഞാൻ എന്റെ മൊയലിന് 3 കൊമ്പുണ്ടെന്ന് പറയാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടല്ലോ. അത് ഞാനും ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്, ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. അതർവൈസ് ഐ എം വെരി അവെയർ. അതായത് എന്റേത് ഒരു ടേസ്റ്റ് മാത്രമാണ്. എന്റേതുപോലെ വേറൊരു ടേസ്റ്റ് പ്രൊഫൈലുള്ള ആളുകളുണ്ടാകും. that's ഡിഫറെന്റ് പേഴ്സൺ. അവരുടെ അപ്ബ്രിങ്ങിങ്, അവരുടെ എന്താണ് വളർച്ചയുടെ സാഹചര്യങ്ങള്. എനിക്ക് സ്റ്റാർ വാർസ് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഐ നെവർ ഗ്രൂ അപ്പ് ഇൻ അമേരിക്ക. അപ്പം എനിക്കത് കൾച്ചറലി കണക്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ബട്ട് ഐ നോ ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. ഇതുപോലെ 4 ജോണറുകളും ഒക്കെ മിക്സ് ചെയ്ത് ആദ്യത്തെ സംഭവമാണ്. ഭയങ്കര ഹ്യൂമങ്കസ് എമൗണ്ട് ഓഫ് ഡോളേഴ്സ് കാശ് ഗ്രോസ് ചെയ്ത പടമാണ്. ഭയങ്കര കൾച്ചറൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ പടമാണ്. ബട്ട് ഇറ്റ് ഡസന്റ് വർക്ക് ഫോർ മീ. താങ്ക് യു. Oh, sure. Thanks for having me. Yes.